ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കരുണയാൽ എല്ലാം നന്നായി പോകുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ധ്യാനത്തിന്റെ കാര്യങ്ങളൊക്കെയാണ്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി. ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഒരു ആശീർവാദം ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോക്ക് ടോക്ക് കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞിട്ടായിരിക്കും ആശീർവാദം ഉള്ളത്. അതിനു മുമ്പ് ഇങ്ങോട്ടൊരു ആശീർവാദം വേണം. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. അതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. പ്രത്യേകമായി ചില നിയോഗങ്ങൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ അഭിഷേക നിശ്ചയ നേതൃത്വത്തിൽ വാഴക്കുളത്ത് വെച്ച് ഏപ്രിൽ 12 ധ്യാനം നിങ്ങൾ ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. വിളിച്ച് ബുക്ക് ചെയ്യുന്നവരൊക്കെ സ്നേഹം ഓർപ്പിക്കുകയാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഒരു ചെറിയ കാര്യത്തിന് ഇത്ര വയലന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ജോബിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം ദൈവവചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ചെന്ന തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഈ കാര്യങ്ങളിലൊന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. അതായത് നല്ലൊരു വചനമല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ജോബിന് ദൈവം എന്തുമാത്രം അനുഗ്രഹം കൊടുത്തു. മക്കള്, സമ്പത്ത്, ഉയർച്ച, അങ്ങനെ എല്ലാം ബെസ്റ്റ്, ആരോഗ്യം, അഭിഷേകം, നീതിമാൻ, ദൈവഭക്തൻ, എല്ലാം. പിന്നെ എന്താ സംഭവിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒരു സമയം കഴിഞ്ഞപ്പോൾ പിശാചിന്റെ പ്രലോഭനത്തിന് അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഇത് ഓരോന്നോരോന്നായിട്ട് പതുക്കെ നഷ്ടപ്പെട്ടു വരുന്നു. അപ്പോൾ അവിടെ ജോബിന്റെ ഭാര്യ പറയുക, നിങ്ങൾ ഇനിയും ദൈവഭക്തരാണെന്ന് പറഞ്ഞു ദൈവത്തെ എന്ന് അത് തള്ളി പറഞ്ഞിട്ട് വേറെ എന്ന് പറയുന്നത് പോലെ ഇന്ന് ലോകത്തിൽ ഒരുപാട് പേര് പറയുന്നത് അല്ലേ. ഈ ജോബിന്റെ ഭാര്യയുടെ അതേ ഉപദേശമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയും നിങ്ങൾ ദൈവത്വം പ്രാർത്ഥന വെച്ചുകൊണ്ടിരുന്നില്ല എന്നാ കാര്യം, എന്നാ വെളിയിൽ പോയിട്ട് എന്നാ ഉമസായി, എന്നാ സഭ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ജോബ് പറയാ, ദൈവകരങ്ങളിൽ നിന്ന് ഇത്രയും നന്മ നമ്മൾ സ്വീകരിച്ചില്ലേ, എന്നൊരു ചെറിയ കാര്യം വന്നപ്പോ നമ്മൾ ദൈവത്തെ തല ഈ കാര്യങ്ങളിൽ ജോബ് നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തില്ല എന്ന് വചനം വെളിപ്പെടുക. ദൈവത്തിനെ സംസാരിച്ചില്ല, ചിന്തിച്ചില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനത്തെ ഒരു ഡയലോഗ് വരും മറ്റൊരെ കുറിച്ച്. അതായത് നിരാശയിൽ നിന്ന് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കാൻ സംഭവിച്ചു, അങ്ങനത്തെ ഒരു ഡയലോഗ് പോലും വന്നില്ല എന്ന് വേണം ചിന്തിക്കാം. ഓക്കെ, ജോബിന്റെ മനസ്സിന്റെ വ്യാപാരങ്ങളെ കുറിച്ചൊക്കെ ഗ്രന്ഥകാരൻ എഴുതിയാണ്, അത് വേറെ വിഷയം. ഇനി ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കുടുംബജീവിതം എടുത്ത് നോക്കണം. നമ്മളെ പാരന്റ്സ്, മക്കള് ഒക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു സമൂഹ ജീവിതത്തിൽ അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളോട് ഇച്ചിരി ഇറിറ്റേറ്റഡ് എന്ന് പറയുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുക, ഓരണെ അങ്ങോട്ട് വയലന്റ് ആയിട്ട് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ കുടുംബത്തിൽ ചിന്തിച്ച് ഒന്ന് പറഞ്ഞ 2-ാമത്തെ ഡിവോഴ്സ്. സത്യം നിങ്ങൾ ചോദിച്ചാൽ ആ വ്യക്തിയിലൂടെ നമുക്ക് എടുക്കുന്ന നന്മകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ചെറിയ തിന്മയല്ലേ വന്നുള്ളൂ അല്ലേ. അത് ഇത്ര അങ്ങ് വയലന്റായി പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമുണ്ട്? ചിന്തിച്ച് നോക്കിയേ. അല്ല, ഈ മകന് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണ്ടേ? ജോബിന്റെ സഹനത്തെ ജോബ് ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യം ചിന്തിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനത്തെ സാഹചര്യം വചനം വെച്ച് നോക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങളെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് അയാളിലൂടെ നമുക്കുണ്ടായിരിക്കുന്ന ഒരു 10 നന്മ ഓർത്ത് നോക്കിയേ. എന്നൊക്കെ ഇങ്ങനെ തെർമോമീറ്ററിന് പനി കുറയുമ്പോൾ താഴേക്ക് ഇറങ്ങുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ ഡോസൊക്കെ ഇറങ്ങി നല്ല നോർമലാവും. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു കാര്യത്തിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടാത്ത രീതിയിൽ ഒരു കാര്യം പ്രവർത്തിച്ച് ശരി, കാര്യം ശരിയായില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെരുമാറ്റം ശരിയായില്ല, ഒരു ഡയലോഗ് ശരിയായില്ല, എന്തെങ്കിലും കുറവൊന്നും ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ വ്യക്തികൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നന്മകളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര എണ്ണമുണ്ട്. സംഭവിച്ചു, അതിന് ഇത്ര വയലന്റ് ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? എന്നാ പിന്നെ അവസാനിപ്പിച്ചു കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഓരോ വചനങ്ങളിൽ ചുരുളഴിയുമ്പോൾ അനേക ഹൃദയത്തിന്റെ പ്രകാശം മുഖത്തൊക്കെ പരക്കുന്നതിനോർത്ത് നന്ദി പറയാൻ. എന്റെ ദൈവം, ഈ വചനം ഒന്ന് ജീവിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ തടസ്സമായി നിൽക്കുന്ന യേശുനാമത്തിൽ ബന്ധം വിട്ടുമാറട്ടെ അർത്ഥം. എന്റെ ദൈവമേ, എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നന്മറും ചൊല്ലി പ്രാർത്ഥിച്ച ദിവസം എത്രയും തെള്ളമാതാവ് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ചില ജവമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ ഓരോരുത്തരെ ഓർത്ത് നന്ദി പറയാ. ദൈവമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവർ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. വെറും കൈയോടെ വിടരുത്. ആത്മീയ ജീവിതത്തിൽ ഒരു കൃപ ഈശോയുടെ നാമത്തിൽ ലഭിക്കട്ടെ. ഭൗതിക ജീവിതത്തിൽ ഒരു ദൈവാനുഗ്രഹം ഈശോയുടെ നാമത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തിൽ ദൈവം ഇടപെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.